നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇഫാർ മീഡിയയും സൂപ്പർ ഗുഡ് ഫിലിംസും ചേർന്ന് നിർമ്മിച്ച് രതീഷ് രഘുനന്ദൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ ദിലീപ് നായകനായിട്ടെത്തിയ തങ്കമണി എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. ഈ സിനിമയിൽ ദിലീപ് ആബേൽ ജോഷ മാത്തനായിട്ടാണ് എത്തുന്നത്. നീത പിള്ളയാണ് അനിത വർക്കി അഥവാ അനിത ആബേൽ ആകുന്നത്. മാളവിക മേനോൻ റാഹേൽ ദിലീപിൻ്റെ കഥാപാത്രത്തിൻ്റെ ആബേലിൻ്റെ സഹോദരിയായിട്ടെത്തുന്നു. വരദരാജനായിട്ട് വരുന്നത് കോട്ടയം രമേശാണ്. സഖാവ് വരദരാജൻ്റെ കൊലപാതകത്തോടെ ആണ് സിനിമ ആരംഭിക്കുന്നത്. അർപ്പിതാനാഥ് IAS-ൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം തകൃതിയായി നടക്കുന്നു. എന്നാൽ ഈ കൊലയാളി തന്നെ ഈപ്പൻ മറ്റക്കാവനെ കൊന്നിരുന്നു നേരത്തെ, ഈ കൊലയ്ക്ക് മുമ്പ്. അപ്പോൾ അയാൾ ഒരു സീരിയൽ കില്ലർ ആകാനാണ് സാധ്യത എന്ന് പോലീസ് കണക്കുകൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇരകളുണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ആബേൽ ജോഷ മാത്തനാണ് ഈ 2 കൊലകളും ചെയ്തത്. നേരെ അക്കാര്യം വെളിപ്പെടുത്തുകയാണ് തിരക്കഥാകൃത്ത് കൂടിയായ സംവിധായകൻ രതീഷ് രഘുനന്ദൻ. പക്ഷേ ആബേൽ കൊല്ലാൻ പോകുന്ന മൂന്നാമൻ മിഖായൽ കുരുവിള ആണെന്ന് എങ്ങനെയാണ് അർപ്പിത കണ്ടുപിടിക്കുന്നത്? അത് പ്രേക്ഷകർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. പോലീസുകാരൻ അയ്യപ്പനെ ചെന്ന് കാണുന്നുണ്ട് അർപ്പിത നാഥ് IAS. പക്ഷേ അവിടെ അയ്യപ്പൻ ഇങ്ങനൊരു സൂചന അവിടെ കൊടുക്കുന്നില്ല. കുരുവിളയായിട്ടെത്തുന്നത് നമ്മുടെ ലൂസിഫറിൽ മയിൽവാഹനായിട്ടെത്തിയ വിജയാണ്, ജോൺ വിജയ്. കുരുവിളയുടെ മകളുടെ വിവാഹ തലേന്ന് അവിടെ എത്തിയ ആബേലിനെ അറസ്റ്റ് ചെയ്യുകയാണ് അർപ്പിതയും സംഘവും. അപ്പോൾ ഇയാളെ കൊല്ലാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് അവിടെ ചെന്ന് ഇയാളെ കൊന്ന സമയത്താണ് അവിടെ ചെന്ന് ഇയാളെ പിടിക്കുന്നത്. അർപ്പിതയും സംഘവും അയാളെ ആബേലിനെ പിടിക്കുന്നത് അവിടെ വെച്ചാണ്. ഇത് നേരെ പറയുകയാണ് സംവിധായകന് തിരക്കഥാകൃതോട് കൂടി യാതൊരു സസ്പെൻസും അവിടെ കൊടുക്കാതെ നേരെ ഈ ചെയ്തതെല്ലാം ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രമായ ആബേൽ ജോഷ മാത്തനാണ് എന്ന് നേരെ അങ്ങോട്ട് നമ്മളോട് പറയുകയാണ്. റബ്ബർ തോട്ടത്തിനിടയിലൂടെയുള്ള ചേസിങ്ങും ആ ക്യാമറ വർക്കും ഒക്കെ നമ്മളെ ഭംഗിയായിട്ട് തന്നെ മനോജ് പിള്ള കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് ആബേലിൻ്റെ കഥ പറച്ചിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി ഈ അർപ്പിതയോട് കഥ പറയുകയാണ്. കഥ മീൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം പറയുകയാണ്. ആബേൽ തൻ്റെ ജീവിതാനുഭവം ഈ പോലീസുകാരിയോട് പറയുകയാണ്. തങ്കമണി എന്ന കിഴക്കൻ മലയോര ഗ്രാമത്തിലെ ഏക ഗൾഫുകാരനായിരുന്നു ആബേൽ. ജീവിക്കാൻ വേണ്ടി മാത്രം ഗൾഫിൽ പോയ ഒരാൾ. എന്നാൽ ആ ഗ്രാമത്തിലെ മറ്റ് ചെറുപ്പക്കാരൊന്നും അങ്ങനെയായിരുന്നില്ല. അവർക്ക് കഞ്ചാവിൻ്റെ പണി ഉണ്ടായിരുന്നു. തങ്കമണി എന്ന ഗ്രാമത്തിൻ്റെ ചീത്തപ്പേര് അതായിരുന്നു. കഞ്ചാവ് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുടെ സമൂഹമാണ് തങ്കമണി എന്നുള്ളതായിരുന്നു പുറത്തൊക്കെ ഉള്ള പറച്ചിൽ. അങ്ങനെയാണ് അവിടുത്തെ കിംവദന്തികളിങ്ങനെ പോയിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പെണ്ണുങ്ങളെ ആരും വിവാഹം ചെയ്ത് കൊണ്ടുപോയില്ല. മറ്റൊരു സ്ഥലത്ത് നിന്ന് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് തങ്കമണിയിലേക്കും കൊണ്ടുവരിക സാധ്യമല്ല. അതായിരുന്നു ചീത്തപ്പേര് എന്ന് പറയുന്നത്. കഞ്ചാവും ഒക്കെ മയക്കുമരുന്നില്ല, കഞ്ചാവ് ആണ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അനിതയും ആബേലും തമ്മിൽ പ്രണയമാണ് എന്നുള്ള കാര്യം അവളുടെ അപ്പൻ വർക്കി മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പൻ ഒരിക്കലും അവളെ തങ്കമണിയിലേക്ക് അയക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇവരുടെ പ്രേമം അതികഠിനമായതുകൊണ്ട്, അതിതീവ്രമായതുകൊണ്ട് ആബേലിൻ്റെ ഒപ്പം അനിത ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ആബേലിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷമാണ് ആബേൽ ഗൾഫിൽ പോകുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം ആബേൽ തിരിച്ചു വരികയാണ്. അയാൾ ആ ഗ്രാമത്തിലെ ഒരു ബസ്സിൽ യാത്ര ചെയ്തിട്ടാണ് ഗ്രാമത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ആ ബസ്സിൽ ഒരു കശപിശയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ബസ് തങ്കമണിക്ക് പോകില്ല അത്രേ. അതിന് മുമ്പിലുള്ള ഒരു സ്റ്റോപ്പിൽ ആളുകൾ ഇറങ്ങിക്കൊള്ളണം. പക്ഷേ പണം വാങ്ങിക്കുന്നത് തങ്കമണി വരെയുള്ള സ്റ്റോപ്പിലേക്ക്. അങ്ങനെയുള്ള ഒരു തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ ബസ് പലിശയ്ക്ക് ആ ബസ് CC കൊടുത്തിരിക്കുന്നത് മനോജ് കെൻ്റെ മണി പീറ്ററാണ് ഇത് കൊടുത്തിരിക്കുന്ന ആൾ. മണി പീറ്റർ ആ ഇടുക്കി ജില്ലയിലെ കിരീടം വയ്ക്കാത്ത ഒരു രാജാവാണ്. അയാൾ പറയുന്നതൊക്കെയാണ് അവിടെ നടക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ആബേലിൻ്റെ സുഹൃത്ത് റോയി
റാഹേലിനെ, അതായത് ആബേലിൻ്റെ സഹോദരി റാഹേലിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ റാഹേലിനെ അവന് കെട്ടിച്ചു കൊടുക്കാൻ ആബേലിന് ഇഷ്ടമില്ല. കാരണം അവൻ കഞ്ചാവ് കള്ളക്കടത്തുകാരനാണ്, അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ പണി ഉള്ള ആളാണ്. ഒരിക്കലും ആ പണി ഇനി തങ്കമണിയിലെ യുവാക്കൾ ചെയ്യില്ല എന്ന പ്രതിജ്ഞയാണ് അവൻ ലംഘിച്ചത്. അങ്ങനെ ഒരു പ്രതിജ്ഞ ആ നാട്ടിലെ യുവാക്കൾ ചേർന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത്തരം പണികളിലൊന്നും നമ്മൾ പോകില്ല. സുദേവ് നായരാണ് റോയിയായിട്ട് എത്തുന്നത്. സുദേവ് നായരും അസീസ് നെടുമങ്ങാടും നല്ല അഭിനേതാക്കളാണ്. അവർ പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. ഈ അസീസ് നെടുമങ്ങാടിൻ്റെ തങ്കച്ചൻ എന്ന കഥാപാത്രത്തെ ഇൻ്ററോഗേറ്റ് ചെയ്യുന്ന സമയത്ത്, അർപ്പിതാനാഥ് IPS ഇൻ്ററോഗേറ്റ് ചെയ്യുന്ന സമയത്ത്, ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാളുടെ ആ ഭാവം, അയാളുടെ ആ ഇരിപ്പും ഭാവവും നല്ല ഒരു അഭിനേതാവിൻ്റെ തന്നെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നെങ്കിലും അപ്പനെയും അമ്മച്ചിയെയും കാണണമെന്ന് അനിതയ്ക്ക് ഒരു മോഹം ഉണ്ടാകുന്നു. അവർ രണ്ടുപേരും, അനിതയും ആബേലും ചേർന്ന് അപ്പച്ചനെയും അമ്മച്ചിയെയും സഹോദരിയെയും കാണുവാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ ഫോട്ടോ ചുവരിൽ തൂങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പച്ചൻ മരിച്ചുപോയി. ഇവൾ കാരണം കൊണ്ടാണ് അപ്പച്ചൻ മരിച്ചത് എന്നാണ് അമ്മച്ചി വന്ന് ഇവളെ പ്രായിക്കൊണ്ട് പറയുന്നത്. അങ്ങനെ സങ്കടത്തോടു കൂടി അവർ രണ്ടുപേരും തിരിച്ച് പോരുകയാണ്, നാട്ടിലേക്ക്, തങ്കമണിയിലേക്ക് പോരുകയാണ് ചെയ്യുന്നത്. ആ ബസ്സിലാണ് ഈ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവുകയാണ്. അതായത് ആ ബസ്സിലെ ജീവനക്കാർ തങ്കമണിയിലെ കുട്ടികളെ, പെണ്ണുങ്ങളെയല്ല, പിള്ളേരെ, തങ്കമണിയിലെ യുവാക്കളെ കട്ടപ്പനയെ ടൗണിലിട്ട് മർദ്ദിച്ചു. അതിന് അവർ ക്ഷമ പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ബസ് നിർബന്ധിച്ച് തങ്കമണിയിലെ ആളുകൾ തങ്കമണിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് ഇവരെ കൊണ്ട് ക്ഷമ പറയിക്കാതെ നിങ്ങളെ വിടില്ല, നിങ്ങൾ ക്ഷമ പറയാതെ പോകാൻ ഒക്കില്ല. ഈ ബസ് പീറ്ററിൻ്റെ ആണ്, മണി പീറ്ററിൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ട്, അപ്പച്ചൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ ബസ്സിൻ്റെ ഉടമയെങ്കിലും അയാൾക്ക് വേണ്ടി പണം മുടക്കിക്കൊണ്ടിരിക്കുന്നത് മണി പീറ്ററാണ്. CC മണി പീറ്ററാണ്. മണി പീറ്റർക്ക് പലിശ, മണി പീറ്ററുടെ പലിശ കൊണ്ടാണ് ഈ ബസ്, ഈ ഹൈലൈറ്റ് ബസ് ഇങ്ങനെ ഓടുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും ആളുകൾ വിടുന്നില്ല. മണി പീറ്റർ ഇവിടെ വന്ന് ക്ഷമ പറയണം എന്ന് പറയുകയും, അങ്ങനെ മണി പീറ്ററിട്ട് പോകാനും തയ്യാറല്ല. തങ്കമണി ചെന്ന് ഈ ആളോട് ക്ഷമ പറയാനും തയ്യാറല്ല. മണി പീറ്റർ കൊടുത്തതായിരുന്നു ആ ബസ്സിൻ്റെ പലിശ. മണി പീറ്റർ കൊടുത്തായിരുന്നു. പീറ്റർ ഈപ്പൻ മറ്റക്കാവനെ ഇറക്കുന്നു. ഈപ്പൻ മറ്റക്കാവൻ എന്ന് പറയുന്നയാൾ നമ്മുടെ മാളികപ്പുറം സിനിമയിലെ വില്ലൻ. മാളികപ്പുറം സിനിമയിലെ വില്ലനാണ് ഇവിടെ റിട്ടയർഡ് സസ്പെൻഷനായ ഉദ്യോഗസ്ഥനായിട്ടുള്ള, പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈപ്പൻ മറ്റക്കാവനായിട്ട് എത്തുന്നത്. വളരെ ക്രൂരനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് എന്നാണ് പറയപ്പെടുന്നത്. അയാൾ വന്ന് ഇവരോട് പറയുന്നു, ബസ് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, പോലീസുകാർ കൊണ്ടുപോവുകയാണ്. പക്ഷേ സസ്പെൻഷനിലിരിക്കുന്ന ഒരാൾക്ക് വന്ന് ഇങ്ങനെയൊക്കെ പറയുവാനായിട്ട് അതൊക്കെ യുക്തി ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇതൊരു സിനിമ, ഒരു സാധാരണ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഗതികൾ എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ മണി പീറ്റർ, ഈപ്പൻ മറ്റക്കാവൻ സസ്പെൻഷനിൽ പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ ഇതിനിടയിൽ റോയി ആ ബസ്സിന് തീയിടുകയാണ് ചെയ്യുന്നത്. ഹരിക്കൈൻ ലാമ്പ് വിളക്ക് ഉപയോഗിച്ച്, മണ്ണെണ്ണയുള്ള ലാമ്പ് കത്തിക്കുന്നതൊന്നും കാണിക്കുന്നൊന്നുമില്ല. അത് വെച്ച് വലിച്ചെറിയുമ്പോഴേക്കും ആ ബസ് കത്തിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കബളിപ്പിക്കൽ പരിപാടി ഈ സിനിമയിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് ഏറ്റവും ഇതിൻ്റെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. ഇത്തരം കബളിപ്പിക്കൽ പരിപാടി. ഇയാളുടെ മകളായിട്ട് ഒരാൾ വരുന്നുണ്ട്, വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു നടിയാണ് ഈ മണി പീറ്ററുടെ മകളായിട്ട് വരുന്നത്. അപ്പൻ ഭയങ്കര സംഭവമായിരുന്നു. അപ്പൻ തങ്കമണിയെക്കുറിച്ച് ഉള്ള കാര്യത്തിൽ മാത്രമാണ്. എന്തിനാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്? ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരു പ്രസക്തിയുമില്ലാത്തൊരു കഥാപാത്രമാണത്. ഈ പീറ്ററുടെ മകളായിട്ട് ഒരാൾ വന്ന് അയാളോട് അർപ്പിത സംസാരിക്കാൻ വന്ന് അതിനൊന്നും ഒരാവശ്യമില്ല, ഒരു കാര്യമില്ല. മിഖായൽ കുരുവിളയാണ് പിന്നീട് വരുന്നത്. മിഖായൽ കുരുവിള എന്ന് പറയുന്നയാൾ നമ്മുടെ, അപ്പോൾ ഇതെല്ലാം സിദ്ദിഖിൻ്റെ ജോർജ് പെരുവന്താനം പറയുന്ന കഥയാണ്. ജോർജ് പെരുവന്താനം എഴുതിയ ചില വരികൾ, ലേഖനങ്ങൾ ഒക്കെ ആ 86 കാലഘട്ടത്തിലെ തങ്കമണിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ജോർജ് പെരുവന്താനം എഴുതിയ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടാണ് ജോർജ് പെരുവന്താനത്തെ കാണാനായിട്ട് അർപ്പിത പോവുകയും അർപ്പിതയോട് പിന്നീട് മിഖായലിൻ്റെ കഥകളൊക്കെ പറയുകയും മിഖായൽ കുരുവിളയും ഒക്കെ ചേർന്ന്, പോലീസുകാരും ചേർന്ന് ആ രാത്രി തങ്കമണിയിലെ പുരുഷന്മാരെയൊക്കെ തല്ലിച്ചതയ്ക്കുന്നു. അനിതയെ കുരുവിള ബലാത്സംഗം ചെയ്യുന്നു.
റാഹേൽ മരിക്കാൻ കിണറ്റിൽ ചാടുന്നു. ഇതെല്ലാം നിസ്സഹായനായി നോക്കി നിൽക്കാനേ ആബേലിന് കഴിയുന്നുള്ളൂ. ഇതെല്ലാം പിന്നീട് ആണ് പറയപ്പെടുന്നത്. ജോർജ് പെരുവന്താനമാണ് പറയുന്നത്. ജോർജ് എഴുതിയ ലേഖനമടങ്ങിയ പത്രക്കെട്ടുകൾ ഈ അർപ്പിത IPS വായിച്ചു തരുന്നുണ്ട്. ഒന്നും തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആബേൽ തടവ് ഭേദിക്കുന്നുണ്ട്. തടവ് ചാടുന്നത് ഈ പോലീസുകാരുടെ ഈ ബന്ധവസിൽ നിന്നും തടവ് ചാടി ഇയാൾക്ക് കൊല്ലാനുള്ള ഒരാളും കൂടെ ഉണ്ടല്ലോ. മനോജ് K. ജയൻ്റെ മണി പീറ്ററെ കൂടി ഇയാൾക്ക് കൊല്ലണം. അതിനുവേണ്ടി അയാൾ തടവ് ചാടുകയും ഒരു മഠത്തിലെത്തി. ഇടുക്കിയുടെ ഔട്ട്സ്കർട്ടിലെങ്ങോ ഉള്ള ഒരു മഠത്തിലെത്തി. അപ്പോൾ ഇതിനിടയ്ക്ക് പറയുന്നത് എന്താണ്, ഇവർ പറയുകയാണ്, ഈ പോലീസ് ഉദ്യോഗസ്ഥ പറയുകയാണ്, ഇതൊന്നുമല്ല, വേറൊരാളും കൂടെ ഉണ്ട്, നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരാളും കൂടെ ഉണ്ട്. അത് ആരാണെന്ന് പോലും ഒരു പിടിപാടുമില്ല. തിരക്കഥാകൃത്തിനുമില്ല, സംവിധായകനുമില്ല, ഈ പറയുന്ന കഥാപാത്രമായ അർപ്പിത IPSനുമില്ല. ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ഊഹാപോഹത്തിലൂടെ അവരങ്ങനെ പോവുകയും അവസാനം മഠത്തിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ഓടിച്ചിട്ട് ഇവരെ എവിടെയുണ്ട്, ഈ പറയുന്ന നമ്മുടെ ആബേൽ എവിടെയുണ്ട് എന്ന് ഇവർ തോക്കൊക്കെ ചൂണ്ടി ഇങ്ങനെ ഓടിച്ച് ചെല്ലുന്ന സമയത്ത് കാണുന്നത് ഇവരുടെ ശവകുടീരമാണ് കാണുന്നത്. ഇവരങ്ങനെ പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. പെട്ടെന്ന് ഇത്രയും സമയം കൊണ്ട് ഈ 5 മിനിറ്റിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും അവർ മരിച്ചുപോയി. ഇതൊക്കെയാണ് ഇതിനകത്ത് സിനിമയിലുള്ള പ്രശ്നങ്ങളൊക്കെ. ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ആസ്വാദനത്തെ കൊല്ലുന്ന കലാപരിപാടികളാണ്. ഈ സിനിമയിൽ നല്ല അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. ഈ സിനിമയിൽ തിരക്കഥയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി എന്തിനാണ് അയാൾ വരദരാജനെ കൊല്ലുന്നത് എന്നതാണ്. ഈ ആബേൽ എന്ന കഥാപാത്രം എന്തിനാണ് വരദരാജനെ കൊല്ലുന്നത്? തൻ്റെ മുന്നിൽ വെച്ച് പെങ്ങളെ ആക്ഷേപിച്ച് സംസാരിച്ചതാണോ കാരണം? തങ്കമാണിയിലെ പെണ്ണുങ്ങൾ മുഴുവൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നോക്കി എന്നതാണോ കാരണം? അതിൽ ആബേലിന് എന്ത് കാര്യം? ആബേൽ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. പിന്നെ അതിനകത്ത് എന്താണ് കാര്യം? 40ാം വിവാഹ വാർഷികത്തിൻ്റെ അന്നാണ് ഈ വരദരാജനെ ആബേൽ കൊല്ലുന്നത്. അതൊക്കെ വെറുതെ യാതൊരു യുക്തിക്കും നിരക്കാത്ത ഒരു സംഗതിയായിപ്പോയി, ഒരു പുലമ്പൽ മാത്രമായി പോയി എന്ന് വേണം പറയാൻ. പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അങ്ങനെ ഈ അർപ്പിത പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണ് ഈ പറയുന്ന ആളുകളൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇയാൾ ഈ മിഖായേൽ കുരുവിളനെ കൊല്ലാൻ നോക്കുന്നത് അയാളുടെ മകളുടെ വിവാഹത്തിൻ്റെ തലേന്നാണ് അയാളെ കൊല്ലാൻ നോക്കുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട. പക്ഷേ ഈ പീറ്ററേയും ഈപ്പൻ മറ്റക്കാവിനെയും കൊല്ലുന്നത് ഏത് പ്രധാനപ്പെട്ട ദിവസമാണ് എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. അങ്ങനെ ആ സീരിയൽ കില്ലർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്തു പോകുന്ന ഒരാളാണ് സീരിയൽ കില്ലർ എന്ന് പറയുന്നത്. അത് സംവിധായകന് പറയാനായിട്ട് കഴിയുന്നില്ല. ഇവരുടെ ശവകുടീരം കാണുന്നുണ്ട്. അവസാനം ഇവർ ചെന്ന് നോക്കുമ്പോൾ ശവകുടീരമാണ് കാണുന്നത്. ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാധ്യതയെപ്പറ്റിയും സംവിധായകൻ പറയുന്നില്ല. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊന്നതായിരിക്കണം ഇവർ രണ്ടുപേരെയും. അതും യുക്തിക്ക് നിരക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. അർപ്പിതാനന്ദ IAS ആയിട്ടെത്തിയ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ തിരക്കഥയിലുണ്ടെങ്കിലും സംവിധാനം ഏതാണ്ട് ഒക്കെ ഒരു രീതിയിൽ, ഒരു സാധാരണ സിനിമയുടെ സംവിധാനത്തിൻ്റെ രീതിയിലൊക്കെ അതിബുദ്ധ്യാന്തം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം ഒരു സിനിമ അവസാനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സിനിമ തുടങ്ങുന്നത് പോലെ തന്നെ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ പരാജയപ്പെട്ടാൽ സിനിമ മൊത്തം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. സിനിമ നമുക്ക് കണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ വെറുതെ ഒരു സാധാരണ സിനിമ പോലെ ഇങ്ങനെ കണ്ടിരിക്കാം. കാരണം ഇതിനകത്തൊരു കാരണമുണ്ട്. അങ്ങനെ കണ്ടിരിക്കാം, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സിനിമ നമുക്ക് കണ്ടിരിക്കാം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ദിലീപ് നല്ല പ്രകടനം നടത്തിയിരിക്കുന്നു. ദിലീപിൻ്റേതായിട്ടുള്ള നല്ല പ്രകടനം ദിലീപ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അർപ്പിത നാഥ് IPS ആയിട്ട് വരുന്ന പ്രണിത സുഭാഷ് നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ നീറ്റ പിള്ള അവതരിപ്പിക്കുന്ന അനിത ആബേൽ അല്ലെങ്കിൽ അനിത വർക്കി, അവരെ കൊണ്ട് ആവുന്നത് പോലെയൊക്കെ നല്ല രീതിയിൽ ബോറില്ലാത്ത രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മാളവിക, അസീസ് നെടുമങ്ങാട്, ഇവരൊക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഛായാഗ്രാഹകൻ നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി അദ്ദേഹത്തിന് ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്യം സെബാസ്റ്റ്യൻ്റെ പശ്ചാത്തല സംഗീതമാണ്. അദ്ദേഹത്തിൻ്റെ ആ പാട്ട് നല്ല പാട്ടാണ്.
പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ഈ സിനിമയോട് വളരെയധികം യോജിച്ചു നിൽക്കുന്ന കൃത്യമായ അവസരങ്ങളിൽ വരുന്ന ആ പശ്ചാത്തല സംഗീതം, നമ്മളത് ജോൺസൺ മാഷിൻ്റെ പശ്ചാത്തല സംഗീതത്തിൽ മാത്രമേ നമ്മളത് കേട്ടിട്ടുള്ളൂ. പക്ഷേ ആ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു മനോഹരമായ മികച്ച രീതിയിലുള്ളൊരു പശ്ചാത്തല സംഗീതം വില്യം സെബാസ്റ്റ്യൻ്റെ കയ്യിൽ നിന്നും നമ്മൾ കേൾക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്.